27 വർഷമായി വൺ പീസിന്റെ ആദ്യ മാങ്ക ചാപ്റ്റർ ഇറങ്ങിയിട്ട് ആൻഡ് ഇന്ന് അതിന്റെ ഫൈനൽ സാഗിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജൂലൈ 22, 1997 വൺ പീസിന്റെ ഫസ്റ്റ് മാങ്ക റിലീസ് ആവുന്നത്. അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 1200 ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ 1100+ ആനിമി എപ്പിസോഡ്സും റിലീസ് ആയി കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ പലരും പറഞ്ഞു കാണും ഇറ്റ്സ് ടു ലോങ്. അല്ല ഗേസ്, നിങ്ങൾക്ക് തെറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AR Insinus. ആൻഡ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. സോ ഫസ്റ്റ് വൺ പീസിൻ്റെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ വൺ ബോറായിരുന്നു. സോ അപ്ഡേറ്റഡ് ടെക്നോളജീസ് ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അത് മാത്രമല്ല, അത് വൺ ബോറായിരുന്നു ഫസ്റ്റ് കാണുമ്പോൾ. ബട്ട് ആനിമേഷനും കാര്യങ്ങളൊക്കെ വീക്ക് ആണെങ്കിൽ പോലും പക്ഷെ അവരുടെ കോമഡി ഒക്കെ പൊളിയായിരുന്നു. അതൊക്കെ മാറിയപ്പോൾ 2024 ആയപ്പോഴത്തേനെ ആനിമേഷനൊക്കെ മാറിയപ്പോൾ പൊള്ളി ആനിമേഷനൊക്കെ ആയിട്ട് വലിയൊരു എൻഗേജ്ഡ് ആയിട്ടുള്ള സീരീസുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അതിപ്പോൾ ഒരു ഫൈറ്റ് സീൻ ആണെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അവർ കാണിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും ബീജംസ് ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബീജംസും, അതായത് ഇപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ലൂഫി ആണെങ്കിൽ ഒരുപാട് വളർന്നൊരു നല്ല പവറുള്ള ക്യാരക്ടറായിട്ട് മാറി. അത് മാത്രമല്ല 2024 വൺ പീസ് എന്ന് പറഞ്ഞ സീരീസ് ഒരുപാട് മിറാക്കിൾസ് ആണ് കൊണ്ടുവന്നത്. അതായത് വൺ പീസിന് ലൈവ് ആക്ഷൻ സീരീസ് ഇറങ്ങിയായിരുന്നു. അത് പുതിയതായിട്ട് പറഞ്ഞ ഒരുപാട് അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വൺ പീസ് ഓൾറെഡി കണ്ടിട്ടുള്ളവർക്ക് അത് അത്രയ്ക്കും റിലേറ്റ് ആവില്ല. ആൻഡ് അതിന്റെ സീസൺ 2 ഇറങ്ങാൻ പോവാണ്. അതിനോട് കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല കാസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് മെയിൻ ടോപ്പിലൂടെ എടുക്കാം. വൺ പീസ് അവർ ആനിമേഷൻ റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് വീണ്ടും പുതിയൊരു ടീം വെച്ച് ആനിമേറ്റ് ചെയ്യുമ്പോൾ, ആ ടീമാണ് നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ പോലെ ഒരു പീക്ക് ആനിമി സീരീസ് ആനിമേറ്റ് ചെയ്ത ബിഗ് സ്റ്റുഡിയോ ആണ് ഇനി നമ്മുടെ സീരീസ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വർഷം എന്ന് പറയുമ്പോൾ 2025 തന്നെ ആയിരിക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടിട്ട് പോകാം. വാട്ട് ഈസ് വൺ പീസ്? ശരിക്കും പറഞ്ഞാൽ ലൂഫിയുടെ മെയിൻ എയിം ആണ് പൈലറ്റ് കിങ് ആവുന്നുള്ളത്. സോ പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വൺ പീസ് എന്ന് പറഞ്ഞ ട്രഷർ എല്ലാവരുടെ മനസ്സിൽ ജീവൻ എടുക്കണം. 1000 എപ്പിസോഡ്സ് വന്നു കഴിഞ്ഞു. പക്ഷെ എന്താണ് വൺ പീസ് എന്ന് പലർക്കും അറിഞ്ഞൂടാ. എന്താണ് വൺ പീസ് എന്ന് റിവീൽ ചെയ്യുന്ന സമയത്ത് വൺ സ്പോയിലർ ആയിരിക്കും സംഭവിക്കുന്നത്. എല്ലായിടത്തും സ്പോയിലേഴ്സ് ആയിരിക്കും. ഇൻസ്റ്റ ആയാലും ട്വിറ്റർ ആയാലും യൂട്യൂബ് ആയിരിക്കും പോലും, പല പല വീഡിയോസ് ആണെങ്കിൽ പോലും എല്ലായിടത്തും സ്പോയിലർ ആയിരിക്കും. എന്താണ് വൺ പീസ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ സീരീസ് കാണാൻ തുടങ്ങിയാൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നിങ്ങളുടെ ഒരു വൺ പീസ് കാണാനുള്ള ഡ്രീമും ജേണി എല്ലാം വേസ്റ്റ് ആയിപ്പോൾ. ഓക്കെ, 2024 എന്ന് പറഞ്ഞ ടൈമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ടൈം. ഇനി എന്ന് സ്റ്റാർട്ട് ചെയ്യും, നാളെ സ്റ്റാർട്ട് ചെയ്യും, അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ മാറ്റി വയ്ക്കുന്നതിനെക്കാട്ടിൽ ഇന്നെങ്കിൽ ഇന്നൊരു എപ്പിസോഡ് കാണുന്നതായിരിക്കും. വൺ പീസ് എന്ന് പറഞ്ഞാൽ ലൂഫിയുടെ വെറും ഒരു ഡ്രീം മാത്രമല്ല, അതൊരു ജേണിയാണ്. നിങ്ങൾ ആദ്യമായിട്ടൊരു ആനിമി ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആനിമയാണ് വൺ പീസ്. കാരണം അതിനകത്ത് ഇമോഷൻസ് ആയാലും ലവ് ആയാലും എല്ലാ വികാരങ്ങളും ഉണ്ട് ഗീസ്. കണ്ടിരിക്കാൻ പറ്റിയ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗീസ്. ഈ വൺ പീസ് എന്ന് പറഞ്ഞൊരു സീരീസ് 2023-24 കാലഘട്ടത്തിൽ ഒരു ഹിറ്റായ സീരീസ് ആയിരുന്നു. പല TV സീരീസിലും നമ്പർ 1 ആയിരുന്നു വൺ പീസ്. പിന്നെ നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പേര് കണ്ടൊരു സീരീസാണ് വൺ പീസ്. ഓക്കെ, ഇനി എന്താണ് വൺ പീസ് എന്ന് പറഞ്ഞ ഈ സീരീസിന്റെ ഫ്യൂച്ചർ? ആൾറെഡി നമ്മുടെ എൽജിറോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2-3 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ വൺ പീസ് എന്ന് പറഞ്ഞ ഈ മാങ്ക ഫിനിഷ് ആവുന്നത്. ഇപ്പോൾ വൺ പീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫൈനൽ സാഗിലാണ്. ഓക്കെ, എൽബോ ആക്കിലോട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. ഓക്കെ ഗീസ്, ഫൈനലി വൺ പീസിന്റെ ലൈവ് ആക്ഷൻ മൂവീസ് ഇറങ്ങുവാണ്. പിന്നെ വൺ പീസ് റീ ആനിമേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഗീസ്, ഒരുപാട് സ്പിൻ ഓഫുകൾ മൂവീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗീസ്, ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ.